ഹരിയാന മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ ലോക്ദൾ നേതാവുമായ ഓം പ്രകാശ് ചൌട്ടാല അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഗുഡ്ഗാവിലെ വസതിയിലായിരുന്നു അന്ത്യം. ഹരിയാന ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഖ്യമന്ത്രിയാണ് വിടവാങ്ങുന്നത്. ഹരിയാന രാഷ്ട്രീയത്തിൽ മായ്ക്കാനാവാത്ത പേരാണ് ഓം പ്രകാശ് ചൌട്ടാല. ഇന്ത്യയുടെ 6ാമത്തെ ഉപപ്രധാനമന്ത്രി ദേവിലാലിന്റെ മകൻ. പിതാവിന്റെ പാത പിന്തുടർന്നാണ് രാഷ്ട്രീയത്തിൽ. ഇന്ത്യൻ നാഷണൽ ലോക്ദളിന്റെ ശക്തനായ നേതാവ്. 4 തവണ ഹരിയാന മുഖ്യമന്ത്രി. 1987 രാജ്യസഭയിലേക്ക്. ദീർഘകാലം നിയമസഭാംഗം. എതിരാളികളെ മൂർച്ചയേറിയ വാക്ശരങ്ങൾ കൊണ്ടും ജാട്ട് സമുദായ വോട്ട് ബാങ്കിനെ സ്വാധീനശക്തനായി നിലനിർത്തിയും ഹരിയാനയുടെ രാഷ്ട്രീയ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച നേതാവ്. ദേവിലാൽ ഉപപ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനെ തുടർന്നാണ് 1989 ഒരു വർഷം പകരക്കാരനായി ആദ്യ മുഖ്യമന്ത്രിയാകുന്നത്. 1990-91 കാലയളവിൽ കുറച്ചു മാസത്തേക്ക് ഹരിയാനയെ നയിച്ചു. 99 വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 5 വർഷം ഭരിച്ചു. സഖ്യകക്ഷി മാറ്റങ്ങൾക്ക് ഒരു മടിയുമില്ലാത്ത നേതാവായിരുന്നു ചൌട്ടാല. സംസ്ഥാനത്തും ദേശീയ രാഷ്ട്രീയത്തിലും ഒരു കാലത്ത് തന്ത്രം മെനയുന്നതിൽ ചൌട്ടാല മുന്നിലായിരുന്നു. 2013 അധ്യാപക റിക്രൂട്ട്മെന്റ് കേസിലും ചൌട്ടാലയും മകനും 9.5 വർഷം തിഹാർ ജയിലിലായി. 2022 അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ചൌട്ടാലയ്ക്ക് 4 വർഷം കോടതി തടവ് വിധിച്ചു. തുടർന്ന് ഹരിയാനയിലെ കരുത്തുറ്റ നേതാവിൽ നിന്ന് തിഹാർ ജയിലിലെ ഏറ്റവും പ്രായം കൂടിയ തടവുകാരനിലേക്ക് ജീവിതം മാറി. 89 വയസ്സായിരുന്ന അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലും വിശ്രമത്തിലുമായിരുന്നു. ഹൃദയസ്തംഭനത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്നേഹലതയാണ് പങ്കാളി. മക്കളായ അഭയ് സിംഗ് ചൌട്ടാലയും അജയ് സിംഗ് ചൌട്ടാലയും ഹരിയാന രാഷ്ട്രീയത്തിൽ സജീവമാണ്. ചൌട്ടാലയുടെ ചെറുമകൻ ദുഷ്യന്ത് ചൌട്ടാല ഹരിയാനയിൽ കഴിഞ്ഞ BJP സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.